നമസ്കാരം. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ പിള്ളേരെന്താണ്, രാത്രി ഉറങ്ങുമ്പോഴേ ചോദിക്കും, നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, നാളെ എന്താണ് ലഞ്ചിന് കൊണ്ടുപോകാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ കാലത്ത് നമുക്കങ്ങനെ ചോദിച്ചാലും അവർ അത് തന്നെ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വീട്ടിലെന്താ ഉള്ളത് ആ രീതിയാണ് ഉണ്ടാക്കണത്. അല്ലാതെ ഒരു പിള്ളേരുടെ ഇഷ്ടം ഇതാണ് എന്നാൽ അതുണ്ടാക്കാം, അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നില്ല. ചിലപ്പം നമ്മുടെയൊക്കെ കാലത്തുള്ള മറ്റ് വീടുകളിൽ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഒരു വീടിൻ്റെ കഷ്ടം അനുസരിച്ച് അന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചെറുപ്പകാലത്തിൻ്റെ കാര്യമാണ് കേട്ടോ, ഇപ്പോഴല്ല. അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അവർ ശ്രമിക്കാറുമില്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അന്ന് അഥവാ ചോദിക്കുന്ന വീടുകളിൽ ഇഡ്ഡലി ഉണ്ടോ ദോശയുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ആയിക്കോട്ടെ, നമ്മളും അവരേക്കാളും അഡ്വാൻസ് ലെവലായി. നമ്മളൊക്കെ അമ്മമാരൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ പിള്ളേർ ചോദിക്കുന്ന ചോദ്യം ഇഡലി ദോശ ഉണ്ടെന്നല്ല, നാളെ എന്തൊക്കെയാണ് മെനു ഉള്ളതെന്നുള്ളത്. കാർബോഹൈഡ്രേറ്റ് ഇത്ര വേണം, പ്രോട്ടീൻ മസ്റ്റായിട്ട് വേണം, ഫൈബർ കണ്ടൻറ്റ് മസ്റ്റായിട്ട് വേണം, വൈറ്റമിൻ സി ബി ഡി ഇതൊക്കെ ഉള്ള രീതിയിൽ വേണം ഉണ്ടാക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ദോശ മാത്രം ഉണ്ടാക്കരുത്, അതിലത് കാര്യമൊന്നുമില്ല, അങ്ങനെ പറയുന്ന മക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ ഒരു അവസ്ഥയെ. പക്ഷെ നമ്മളിനി എത്ര അതിന് നമുക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവരെ അങ്ങ് കുറേ കൂടി അവർ പറയുന്നതാണ് കറക്റ്റാണെന്നുള്ളത് നമ്മളത് വിശ്വസിക്കുകയും അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ട് നമുക്ക് വല്ലതും അറിയണ്ടായിരുന്നു, എന്തോ ഈ കാർബോഹൈഡ്രേറ്റ്, എന്തോ ഈ പ്രോട്ടീന്, എന്താ ഈ ഫൈബർ. അതായത് നമ്മുടെ ആ പ്രായത്തിലുള്ള പിള്ളേർ ഇന്നത്തെ പിള്ളേരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. എന്തുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയൊന്നും അന്ന് അറിഞ്ഞുകൂടായിരുന്നു? ഞാൻ ആലോചിച്ചത്, അന്നേരം ഇത്ര വിവരമുള്ള ആൾക്കാരുണ്ടായിരുന്നില്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി, അതൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു സാധനമാണ്. ഇപ്പം ഡോക്ടേഴ്സ് ആയാലും ലൈവിൽ വന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ലൈവിൽ വന്ന് പറയുന്നു. അങ്ങനെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ല, അങ്ങനെ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ എല്ലാം ഓപ്പണായിട്ട് വന്ന് പറയുകയും എല്ലാവരെയും ഇങ്ങനെ ഫോണ് മറ്റ് കാര്യങ്ങളുള്ളതും ചെയ്യുന്നത്. അതിൻ്റെ ഒരു സാധ്യതയാണ് നമ്മളിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന, നമുക്ക് പിള്ളേർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്.